നിങ്ങൾ എവിടെ താമസം പറഞ്ഞു? നമ്മളെ പേര തന്നെയാണ്. ഇത് ഏട്ടനാണ്. ഈ കാണുന്ന വീടോ? ഇതിന്റെ അപ്പുറത്തുള്ള വീട് നമ്മളത്. ഓ, ഇത് ഏട്ടന്റെ വീട്. ചായ കുടിച്ച് പോവാ. ഞങ്ങള് വരാം, ചായ കുടിച്ചിട്ട് പോവാം. ഒരാള് വിളിക്കാൻ വേണ്ടി നിക്കണേ നമ്മള് ചായ കുടിക്കാൻ. നിങ്ങൾ എവിടെ ഉണ്ടാവാ? തന്നെയല്ലേ? അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. ആ ബഷീറേ, ഞാൻ ചായ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ചെറിയ ചായക്കടകളിലൊക്കെ വെറുതെ വന്ന് ആരെങ്കിലും ഇരിക്കുന്നത് സംസാരിക്കുകയാണെങ്കിൽ ഒരു മുറവും കുറച്ച് അടക്കിയും ഈ സാധനം കൊണ്ട് കൊടുക്കും. ആ ഓക്കെ ഓക്കെ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഈ വീട് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പൊ മണ്ണാർക്കാട് എത്തി. ഇവിടുത്തെ മണ്ണാർക്കാട് ഇതാണ് കേട്ടോ. സൂപ്പർ ടീ. താങ്ക് യു. മെറ്റലെന്തോ വന്നത് അൺലോഡ് ചെയ്യുന്നതാണ് കണ്ടോ. ഷെരീഫ്, നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതന്നെയല്ലേ? ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് മലപ്പുറം കാണാൻ വേണ്ടി വന്നതാണ്. ശരിക്കും എവിടെ ഈ മലപ്പുറം? മലപ്പുറം തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് മ്യൂ ആണ്. അങ്ങോട്ട് റൈറ്റ് മ്യൂ. റൈറ്റ് മ്യൂ ആ സ്ഥലത്തിന്റെ പേരാ? റൈറ്റ് മ്യൂ. ഇത് ഇതുവരെ മലപ്പുറം അതിർത്തി. ഒരുപാട് ആഗ്രഹത്തോടെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. അവിടെ എത്തി വലിയൊരു തെറ്റ് പറ്റുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോവുകയും ചെയ്യുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതേ സ്ഥലത്തേക്കാണ് ഈ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആൻഡമാനിലാണ് കേട്ടോ. നിങ്ങൾ കുറേ പേർക്ക് അറിയാം, പണ്ടൊരിക്കൽ എന്നെ കരയിപ്പിച്ച് വിട്ട നാടാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അന്ന് പിന്നെ അങ്ങനെ ആ കേസിലൊക്കെ പെട്ടിട്ട് ദുർഘടമായ കുറേ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയിരുന്നത് കൊണ്ട് ആൻഡമാനിൽ നമ്മുടെ പ്ലാന് പൂർണ്ണമായിട്ടും വിചാരിച്ച പോലെ നമുക്ക് നടത്താൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് ബസ്സിന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ ഫ്ലൈറ്റ് കയറിയിട്ട് ഉച്ചക്ക് 2 മണിക്ക് ഇവിടെ പോർട്ട് ബ്ലെയറിൽ വന്ന് ഇറങ്ങി. ബഷീർ എൻ്റെ സുഹൃത്ത് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വന്ന മുതൽ നല്ല മഴയായിരുന്നു, പെരും മഴ. അതുകൊണ്ട് ഇന്നലെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നിൽക്കവിടെ ഇതേ ഇദ്ദേഹമായിരുന്നല്ലോ അന്ന് കൂട്ടുപ്രതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബഷീറിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞാനും ഇവനും കൂടിയാണ് അന്ന് ആ പ്രശ്നത്തിൽപ്പെട്ടത്. ഇതല്ലേ ആ ഫ്ലാഗ് പോള് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഒരു ഫ്ലാഗ് പോൾ ഉണ്ടോ? അതിനകത്ത് ഇപ്പോൾ ഫ്ലാഗ് ഇല്ല, എന്തോ മെയിൻ്റനൻസിന് വേണ്ടി എന്തോ അയച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അന്ന് നമ്മുടെ ആ ഒരു കേസ് അത്ര സീരിയസ് ആയത് അല്ലേ? അതെ, അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്നലെ ഞാൻ വന്നിറങ്ങിയപ്പോൾ ബഷീർ എയർപോർട്ടിലേക്ക് വന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇന്നലെ അവൻ്റെ റൂമിൽ പോയി താമസിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കണ്ടല്ലോ, വീണ്ടും നീ വന്നേക്കുവാണല്ലോടാ, വീണ്ടും നീ എന്തെങ്കിലും പണി ഒപ്പിക്കാനാണോ, പുതിയ ഡ്രോണും കൊണ്ട് വന്നേക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ നമ്മുടെ റോസ് ഐലൻഡ് ആദ്യം പോയിട്ട് ട്രൈ ചെയ്ത സംഭവം. നമ്മള് ഫസ്റ്റ് ഡ്രോൺ പറത്തിയ സ്ഥലം അതാണ്. അവിടെ പറത്തിയപ്പോ ഒരു പരുന്ത് വന്നൊക്കെ ഓർമ്മല്ലേ? എന്തൊക്കെ ഓർമ്മകളാണല്ലേ. കുറച്ച് ദിവസം കടന്നുപോയത് അതിഭീകരമായിട്ടാണ് കടന്നുപോയത്. ഇവിടെ കണ്ടോ, ആ ഫ്ലാഗ് ഇപ്പം അതിനകത്തില്ല. അതായത് 1943 അതായത് ഇന്ത്യ ഒഫീഷ്യലി സ്വതന്ത്രമാകുന്നതിന് 4 വർഷം മുമ്പ് ഇവിടെ ആൻഡമാൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് ആസാദ് ഹിന്ദിൻ്റെ സുപ്രീം കമാൻഡറായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട് 1943. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടായിരിക്കും ഇവിടെ തന്നെ വലിയൊരു ഫ്ലാഗ് പോൾ വെച്ചിട്ട് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ നിലവിലിപ്പോൾ അതില്ല, എന്തോ കാരണം കൊണ്ട് അയച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ റോസ് ഐലൻഡൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഈ യാത്രയിൽ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്, അന്ന് പോകാൻ പറ്റാത്ത, അവിടെയൊക്കെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇതേ ഇവിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മെറ്റലാണോ എന്താണെന്ന് അറിയില്ല, ഇവിടെ കുറേ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അന്ന് വരുമ്പോൾ അതിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മളെടുത്തൊരു RX-100 ആയിരുന്നു. ആ വണ്ടി ഇപ്പോൾ നാട്ടിലോടുന്നു അല്ലേ? ഇപ്പോൾ കാറൊക്കെയാണ്. ഞാനിങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തതിന് ശേഷം തോന്നുന്നുണ്ട് ഇവിടെ ഒരു സൈക്കോനാലായിട്ട് വന്നിട്ട് പിന്നെ നല്ല മഴയായിരുന്നു, പെരും മഴ. ഞാൻ ഇന്നലെ വന്ന് ഇറങ്ങിയിട്ടും ഞാൻ പറഞ്ഞില്ലേ പെരും മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ റൂമിനകത്ത് ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു. ഇന്ന് മഴയില്ല. ഇന്ന് മഴയില്ലാന്ന് മാത്രമല്ല, കൊടും ചൂടും. ഇതിലേറെ നല്ലത് മഴയായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കണ്ടോ? അപ്പോൾ
നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം, അവിടെ പോയൊന്നും കിട്ടില്ല. ഓക്കെ അങ്ങോട്ട് പോവാം. ബംബു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം കുറച്ച്, അതായത് ഈ പോർട്ട് ബ്ലെയറിന്റെ ഈ സിറ്റി സ്പേസ് വിട്ടിട്ട് അധികം സ്ഥലത്തേക്ക് ഒന്നും അന്ന് നമ്മൾ പോയിട്ടായില്ല. കാലിക്കറ്റ് വണ്ടൂരൊക്കെ പോലത്തെ സ്ഥലത്ത് പോയി. വണ്ടൂർ ബീച്ചിൽ നിന്നിട്ടാണ് ഞാൻ ഞങ്ങളോട് ആ കഥയൊക്കെ പറഞ്ഞത്. അവിടെ ചെന്നിട്ടേ എന്താ പറയാ, നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വലിയ ടെററിസ്റ്റുകളൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ജോയിൻ്റ് ഇൻ്ററഗേഷൻ എന്ന് പറയില്ലേ, സംയുക്തമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. IB ഇൻ്റലിജൻസ് ബ്യൂറോ, റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, നോർമൽ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, കോസ്റ്റ് ഗാർഡ് ഇൻ്റലിജൻസ്, CISF ഇൻ്റലിജൻസ്, നേവി ഇൻ്റലിജൻസ്, CIDs, ഇങ്ങനെയുള്ള ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികൾ, ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ നിന്ന് ചോദ്യം ചെയ്യില്ലേ, നമ്മൾ ഈ സിനിമയിൽ കാണാറുണ്ടല്ലോ, അതുപോലൊരു പരിപാടി. 8-10 ഉദ്യോഗസ്ഥർ, ഒരുപാട് അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള 8-10 ഉദ്യോഗസ്ഥർ ചുറ്റും ഇരുന്നിട്ട് നമ്മുടെ സെൻറ്ററിൽ ഇരുത്തിയിട്ട് 2 പേരെയും സെപ്പറേറ്റാണ്. ആദ്യം ബഷീറിന് ഒരു 3-3.5 മണിക്കൂർ, അതിനുശേഷം എന്നെ. അന്നത്തെ പരിതാപകരമായ അന്നത്തെ അവസ്ഥ, സിറ്റുവേഷൻ ശരിക്കും കരഞ്ഞു പോയി. എന്തായാലും ഞാനേ അന്നത്തെ ആൻഡമാൻ വീഡിയോസിന്റെ ആ ഒരു ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ. കാരണം അന്ന് ഇവിടുത്തെ കുറേ ഹിസ്റ്ററികളും കഥകളൊക്കെ അതിനകത്ത് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതൊന്നുമല്ല പറയാൻ പോകുന്നത്, വേറെ കുറച്ച് കാണാത്ത സ്ഥലങ്ങളിലൂടെയാണ് പോകാൻ പോണേ. അപ്പോൾ ആ ലിങ്കുകൾ വെക്കാം, അന്ന് അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ആ വീഡിയോസ് കാണാം കേട്ടോ. നമ്മളപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ അബർഡീൻ ബസാറിലെത്തി കേട്ടോ. അതായത് എല്ലാവർക്കും അറിയാം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റലാണ് നമ്മുടെ പോർട്ട് ബ്ലെയറിൻ്റെ പ്രധാനപ്പെട്ട സിറ്റിയുടെ ഏരിയയാണ് ഈ അബർഡീൻ ബസാർ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ലഞ്ച് കഴിക്കണം. ഏതാ ഹോട്ടൽ മിലൻ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അന്ന് കുറേ കറങ്ങി നടന്നതാണ് കേട്ടോ. ഇവിടുത്തെ ലുലു മാള് ഇതാണ് കേട്ടോ ഇവിടുത്തെ ലുലു മാള്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഇതായിരിക്കും. പക്ഷേ ഇവിടെ പാർക്കിംഗ് സംവിധാനമല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ താഴെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്ന് വരികയായിരുന്നു. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടെ മീൽസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബോയിൽഡ് റൈസും പിന്നെ ഒരു ഫിഷ് മസാലയും വാങ്ങിയിട്ട് അത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം പോന്നു. നമുക്കിപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഫെറിയിൽ വണ്ടി കയറ്റിയിട്ട് പോകണം. അപ്പോൾ ആ ജെട്ടി ചാത്തം എന്ന് പറഞ്ഞ ഐലൻഡിലാണ്. ചാത്തം ഐലൻഡ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ ഒരു മില്ലുണ്ട്, അങ്ങനെയാണ് ആ ഐലൻഡ് പ്രശസ്തമാകുന്നത്. അത് കാണേണ്ട ഒരു മില്ല് തന്നെ കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാത്തം ഐലൻഡിലേക്ക് ഒരു പാലമുണ്ട്. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. ആ പാലം കടക്കാൻ പോവാണ്. ഇത് ആ റെഡ് കളറിൽ കാണുന്ന കേട്ടോ പോലീസ് സ്റ്റേഷൻ ചാത്തം. ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാത്തം എന്ന് പറയുന്ന ഐലൻഡിലെത്തും. അവിടെ നിന്നാണ് നമ്മൾ വണ്ടി ഫെറിയിൽ കയറ്റിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പുറത്തെ ഐലൻഡിന്റെ പേരെന്താ പറഞ്ഞത്? അപ്പുറത്തെ ഐലൻഡ് അല്ല, നമ്മളെ ഈ പോർട്ട് ബ്ലെയറിന്റെ തന്നെ ഒരു ഭാഗം, അതിന്റെ വേറൊരു ഭാഗമാണ് ബംബു ഫ്ലാറ്റ് അല്ലേ. ജസ്റ്റ് ഈ പാലം കഴിയുമ്പോൾ നമ്മൾ ഈ ഐലൻഡിൽ എത്തിട്ടോ. ഈ ചാത്തം ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാനിലെ ചെറിയ ഐലൻഡോ അങ്ങനെ എന്തോ അല്ലേ? അല്ലെ, ആൾ താമസമുള്ളതിൽ, അതായത് ആക്ടിവിറ്റീസ് ഉള്ളതിൽ, ആളുകളുള്ള ഏറ്റവും ചെറിയ ഐലൻഡ്. പക്ഷെ ആളുകൾ താമസമല്ല, ഗവൺമെന്റിന്റെ ആണ്. ഇവിടെ വീടുകളും ആൾക്കാർ താമസമൊന്നുമല്ല. ഇവിടെ ഈ മില്ലാണ്. കണ്ടോ ഇവിടെ ഒരു ബോർഡ് കണ്ടോ, ഗവൺമെന്റ് സോമിൽ ചാത്തം. അതാണ് ഈ ഐലൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഒരു വലിയൊരു മില്ലാണ്. നമ്മളിങ്ങനെ അതിനകത്തേക്ക് പോവാതെ ഈ സൈഡിൽ കൂടെ ജെട്ടിയിലേക്ക് പോകാം കേട്ടോ. ഈ സൈഡിൽ കാണുന്നതൊക്കെ എന്താണ് ശരിക്കും? കാർഗോ ഷിപ്പുകളൊക്കെ ഇവിടെ വരിക. ഓക്കെ ഇവിടെ എന്താ കാർഗോ ഷിപ്പുകളൊക്കെ വരിക. അതിന്റെ കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കുന്ന. ലക്ഷദ്വീപിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഓരോ സാധനവും എല്ലാ സാധനവും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം, മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ ഈ കാർഗോ ഷിപ്പുകൾക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലേ, എല്ലാ സാധനവും A to Z ഇവിടെ വന്നിട്ട് മണല് വരെ പുറത്തുനിന്ന് വന്നിട്ട് വേണം കൊണ്ടുവരണം. അതാണ് ഇപ്പൊ ലക്ഷദ്വീപിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് ഇപ്പൊ നമുക്ക് നാട്ടില് JCB ഒക്കെ വെച്ചിട്ട് നമ്മളെ പ്രോപ്പർട്ടിയിലുള്ള മണ്ണൊക്കെ കുറച്ച് കുഴിക്കാൻ മാറ്റൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മണ്ണിൽ തൊടാൻ പാടില്ല. കുറച്ച് മണ്ണെടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിടാനൊന്നും പറ്റില്ല. കാരണം കുറച്ച് മണ്ണല്ലേ ആകെ ഇവിടെ ഉള്ളൂ. അതില്ലെങ്കിൽ നാടില്ലല്ലോ. പിന്നെ നാടില്ല. അല്ലെങ്കിൽ സുനാമി അടിച്ചിട്ട് പഴയ പിന്നെ ഈ കടല ഇറക്കി കെട്ടിയ ഭാഗങ്ങളൊക്കെ തിരിച്ചെടുത്തു. ഇതിന്റെ ബ്ലോക്ക് ഫെറിയതാ വരുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. ഈ ക്യൂ നിൽക്കുന്നത് അടുത്ത ഫെറിയിൽ അങ്ങോട്ട് ചാത്തം ഐലൻഡിൽ നിന്ന് ബംബു ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള വണ്ടികളാണ് കേട്ടോ. ഫെറി ജസ്റ്റ് വന്ന ഫെറിയിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല തിരക്കുണ്ട്. ഇറങ്ങിയ ആൾക്കാർ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കണ്ടോ, ഈ ട്രക്കുകൾ പോകുന്നത് കണ്ടോ. ആ ട്രക്കുകളിലൊക്കെ ഈ പാറപ്പൊടിയോ അതുപോലെ ബേബി മെറ്റലോ അങ്ങനെ എന്തോ കേട്ടോ, ചെറിയ മെറ്റലില്ലേ അതാണ്. അതൊക്കെ ഇങ്ങനെ ഷിപ്പിൽ പുറത്തുനിന്ന് വന്നിട്ട് ഈ ലോറികളിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അതാണ് സംഗതി. നല്ലൊരു ബഹളം തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഈ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി കയറ്റാം. അവിടെ ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ. കാറിന് 160 രൂപ, ഒരു കാറിന് 160 രൂപയും ഒരാൾക്ക് 13 രൂപയാണ് അവർ ടിക്കറ്റ് ചാർജ് കേട്ടോ. ബൈക്കിന് 50 രൂപയുണ്ട്. ശരിക്കും സാധാരണ ഇതിൽ ഇങ്ങനത്തെ ഈ ബോട്ടുകളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചീപ്പല്ലേ ടിക്കറ്റ്സ്? ഇവിടെ എല്ലാം കൂടുതലാണല്ലോ. കൂടുതലാണ് മൊത്തത്തിലെല്ലാം കൂടുതലാണല്ലോ. ചെറിയ പൂരി നമ്മൾ ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ 3 രൂപക്കും 5 രൂപക്കും ഒക്കെ കഴിക്കുന്ന പൂരിണ്ട് ചെറുത്, അതിനോട് 20 രൂപ അല്ലേ? വിത്ത് കറിയാണ് കേട്ടോ. പക്ഷേ എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിനത്തേക്കാളും ലിവിങ് എക്സ്പെൻസ് ഇവിടെ കൂടുതലാണ്. എല്ലാം നല്ല റേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ബംബു ഫ്ലാറ്റ് എന്ന് പറയുന്ന സ്ഥലം ആ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഇതൊരു സെപ്പറേറ്റ് ഐലൻഡ് അല്ല. ഈ പോർട്ട് ബ്ലെയറിൻ്റെ ഇതുണ്ടോ, ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. അങ്ങനെ ശരിക്കും ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. പക്ഷേ ബൈ റോഡ് പോവുകയാണെങ്കിൽ കുറെ ദൂരം ഉണ്ടാവും. ബൈ റോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45-50 കിലോമീറ്റർ. 50 കിലോമീറ്റർ ഉണ്ടോ? 45 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അതായത് ഇപ്പൊ കണ്ടോ, ഇത്രയും ദൂരമുള്ളൂ. ആ സ്ഥലത്തേക്ക് ബൈ റോഡ് പോവുകയാണെങ്കിൽ അങ്ങനെ ചുറ്റി വരുമ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന പോലെ ആയിരിക്കില്ല, കുറെ ദൂരം ഉണ്ടാവും. റോഡ് വളഞ്ഞു 50 കിലോമീറ്റർ അടുത്തുണ്ടല്ലേ? 45ന്റെ മുകളിൽ എന്തായാലും ഉണ്ട്. അപ്പൊ പിന്നെ കാറിന് 160 രൂപ കൊടുക്കുന്ന പ്രശ്നമില്ല. എത്ര രൂപ പെട്രോൾ അടിക്കണം അല്ലേ? അതുകൊണ്ടാണ് ഈ വില ഇങ്ങനെ. അതന്നെ ആയിരിക്കും. അല്ല, ഇപ്പൊ ഇവിടുന്ന് ഓഗ്ര ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 24 കിലോമീറ്റർ ഉണ്ട്. വീട് 24 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അതിനെക്കാട്ടും ദൂരം ഉണ്ട് ഇവിടുന്ന്. അത് ഏകദേശം പകുതിയിലാന്നല്ലേ പറഞ്ഞത്? ഏകദേശം പകുതിയിലാണ്. ശരിയാ, 50 കിലോമീറ്റർ ആയി. 50 കിലോമീറ്റർ. നമ്മളെ ഫെറി ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോ നമ്മളെ അപ്പുറത്ത് നിർത്തിയിട്ട ഒരു ഷിപ്പ് കാണാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻലാൻഡിൽ നിന്ന് ഈ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം അവിടുന്ന് കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ കണ്ടോ, ഈ ഷിപ്പിൽ അവിടെ എന്തോ പാറപ്പൊടിയോ അതായത് ചെറിയ മെറ്റൽ അല്ലേ, മെറ്റലെന്തോ വന്നത് അൺലോഡ് ചെയ്യുന്നതാണ് കണ്ടോ. അതിപ്പോൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ നമ്മൾ ആ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടത്. അപ്പം നമ്മളിത് പുറപ്പെട്ടു കേട്ടോ. ഒരുപാടൊന്നും സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് എത്തും. ഇതേ ഇപ്പം ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പോകുന്ന ആ ചാത്തം ഐലൻഡ് കേട്ടോ. ആ ദൂരെ നിൽക്കുന്ന ഷിപ്പ് കണ്ടോ, അത് ഗ്യാസ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഗ്യാസ് കൊണ്ടുവന്നിട്ട് അവിടെ പ്ലാന്റ് ഉണ്ടാവും, അവിടെ അൺലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ജസ്റ്റ് ഒരു 20 മിനിറ്റിൻ്റെ ഓട്ടം കേട്ടോ. നമ്മളിതാ ബംബു ഫ്ലാറ്റ് ജെട്ടിയിലെത്തി നമ്മുടെ ഫെറി. ബഷീർ വണ്ടി കൊണ്ട് വരട്ടെ, നമുക്കങ്ങോട്ട് നടന്നിറങ്ങാം. ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടോ, ബഷീർ വന്നിട്ടില്ല. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണിത്. ഞാനിവിടെ ആൻഡമാനിലും മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന ചാത്തം ഐലൻഡിൽ തന്നെയാണ് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്തുള്ള ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ബംബു ഫ്ലാറ്റിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതവും വീടുകളൊക്കെ എങ്ങനെയാണ് എന്താ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാൻ നോക്കണം. ഇതേ ഞാൻ ഒരു പരിചയമുള്ള വണ്ടി, അവൻ വന്നു, അവൻ പാസ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ബഷീർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ നിൽക്കുക. അപ്പൊ നമ്മൾ അവിടുന്ന് ആ ജെട്ടിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റോഡുണ്ട്. ലെഫ്റ്റ് പോണത് എങ്ങോട്ടാ? ലെഫ്റ്റ് പോണത് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോർട്ട് ബ്ലെയർ നമ്മള്. ഓക്കെ, അങ്ങനെ ബൈ റോഡ് വരുമ്പോ അങ്ങനെയാണ് വരിക. ഈ റോഡാണ് നമുക്ക് പോകേണ്ടത് അല്ലേ? ഇത് നമ്മൾ ഈ റോഡിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇതൊരു ജെട്ടിയാണ്, ഹോപ്പ് ടൗൺ ജെട്ടി എന്ന് പറയും. എന്താണ് ഹോപ്പ് ടൗൺ? ഹോപ്പ് ടൗൺ അല്ലേ? ഇവിടുത്തെ റോഡുകൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലല്ലോ. ഈ റോഡ് കുഴപ്പമില്ല അല്ലേ? പക്ഷെ പോർട്ട് ബ്ലെയറിലാണ് റോഡ് മോശം. അപ്പുറത്ത് വണ്ടികളുടെ ഓട്ടം കൂടും, മഴയും വണ്ടികളുടെ ഓട്ടം കൂടുമ്പോ റോഡ് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകണം. ഇതൊക്കെ അത്ര കുറവല്ലേ, വണ്ടികളുടെ ഓട്ടം കുറവാണല്ലോ അല്ലേ? കുറച്ച് ദൂരം വന്നപ്പോൾ നല്ല രസം കേട്ടോ. ഈ ക്ലൈമറ്റും അടിപൊളിയാണ്. ഈവനിങ് അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് ചെറിയൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കവല. ബഷീർ അങ്ങോട്ട് പോയി. ബഷീർ ഈ സ്ഥലത്തിന് എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, പാനിഘാട്ടോ. പഴയ കാലത്ത്
ഇവിടെ ഇതിനകത്ത് ഉള്ളിൽ ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്, നാച്ചുറൽ വാട്ടർ സോഴ്സ് മലന്റെ മുകളിൽ. ആ മലന്റെ മുകളിൽ. അത് അവിടുന്ന് ഈ വെള്ളം ഇവിടെ കപ്പലുകൾക്കും വേറെ അവരുടെ മൃഗങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളം, ഉപ്പുവെള്ളം അല്ലാത്ത വെള്ളം, സാധാ വെള്ളം, ശുദ്ധജലം ഇവിടെ എത്തിച്ചിരുന്നു ഇവിടെ ചെട്ടിയില്. മനസ്സിലായോ? അപ്പൊ അതിന്റെ സോഴ്സ് ആണ് ഈ. അപ്പം ഈ ഏരിയക്ക് അങ്ങനെയാണ് ഈ അതുകൊണ്ട് പാനിഘാട്ട് എന്നുള്ള പേര് വന്നത്. ഓക്കെ 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 ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന, അതായത് നമ്മുടെ അക്വാഡക്റ്റ് എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അതാ ഈ സംഭവം കണ്ടോ, അത് അതിൻ്റെ ഒരു അവശേഷിപ്പാണ്. ഇതുവഴിയാണ് ഇത്ര അങ്ങനെ വെള്ളം കൊണ്ടുപോയിരുന്നത് കണ്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു ബാക്കി അവിടെ കിടക്കുന്നതാണ്, ബാക്കിയൊക്കെ ഇതാ പൊളിഞ്ഞ് കിടക്കണം. സുനാമി വന്നപ്പോഴാണ് ഇത് നശിച്ചു പോയത്. ഉപയോഗിക്കുന്നത് പണ്ടേ നിർത്തിയിട്ടുണ്ടാവും, നിർത്തിയായിരുന്നു. പക്ഷെ ഇത് കേട് വന്നത്, ഇത് കേട് പൊളിഞ്ഞത് ഈ സുനാമി സ്ഥലം നല്ല രസമുണ്ട് അല്ലേ. ഇവിടെ വല്ല ചായക്കട ഉണ്ടെന്നോ? ചായക്കട അപ്പുറത്ത് പോയാൽ അവിടെ ഉണ്ടാവും, പോയി നോക്കാം അല്ലേ. പോർട്ട് ബ്ലെയറിലേക്കുള്ള മൊത്തം കുടിവെള്ളത്തിൻ്റെയും സോഴ്സ് ഈ ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു വഴി നമ്മൾ നേരത്തെ കണ്ടില്ലേ, അപ്പോൾ അതിലൊന്ന് പോയി നോക്കാം. ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ വഴി കണ്ടാൽ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതാ ഇവിടെ അതിൻ്റെ ബാക്കിയുള്ളത് അക്വാഡക്റ്റിൻ്റെ ബാക്കി. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇത് നമ്മളെ സിനിമയിലൊക്കെ കലാസംവിധായകരുണ്ടാക്കൂലേ, അതുപോലെ എന്തോ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നല്ല ഭംഗിയുള്ള കാണാൻ, വേരുകളൊക്കെ ഇങ്ങനെ പടർന്നിട്ട്. റോസ് ഐലൻഡിൽ പോയാൽ കണ്ടില്ല നമ്മൾ കുറേ ഇങ്ങനത്തെ അതുപോലെ ഉണ്ട്. ഇത് കുറച്ചല്ല കേട്ടോ, ഇത് അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ടേ. ചിലപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ആയിരിക്കും ആ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാവും. അതാ ഇതിപ്പോൾ മുകളിൽ വെള്ളം ഇല്ലെങ്കിലും താഴെ കൂടി വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഒരു തോട് ഒഴുകുന്നുണ്ട് ഇവിടെ കണ്ടോ. ഇപ്പോഴും മുകളിൽ വാട്ടർ സോഴ്സ് ഉണ്ട്. എന്തായാലും വണ്ടി എടുത്ത് പോകാൻ മതിയായിരുന്നു, ഇതിപ്പോൾ ഒരുപാട് ദൂരമായിട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് കുറേ നേരമായി നടക്കണം. ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല കയറ്റായി തുടങ്ങിട്ടോ. പോണോ? പോവാന് രസമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും ആ വഴിക്ക് ആ അക്വാഡക്റ്റ് കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉയരം നല്ലോണം കുറഞ്ഞു കേട്ടോ. അപ്പോൾ മിക്കവാറും ഈ ഭാഗത്ത് എവിടെയോ വെച്ചിട്ടായിരിക്കും അതിനകത്തേക്ക് വെള്ളം കയറ്റി വിടുന്നത് അല്ലേ. ഒരു ഡാം പോലെ എന്തെങ്കിലും കെട്ടിയിട്ട് അതിൽ നിന്നായിരിക്കും ഓപ്പണിങ് അല്ലേ. അതാ ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട്, മുകളിലേക്കും വഴി പോകുന്നുണ്ട്. ഇതൊന്നും വണ്ടി പോകുന്ന വഴിയല്ല അല്ലേ. ഗേറ്റൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ അവിടെ ബോർഡും എന്താ എഴുതിയിരിക്കുന്നത്, ഗ്രാമപഞ്ചായത്ത് ഹോപ്പ് ടൗൺ ആണ് കേട്ടോ. ഹോപ്പ് ടൗൺ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണേ. യെസ്, അവിടെ പോകാൻ പറ്റുന്നുണ്ടാവും അല്ലേ. എന്തും ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കണ്ടോ, നമ്മളെ ഊഹം തെറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ വഴിക്ക് വന്നതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ലേ. അതാണ് അങ്ങനെയുള്ള. ഞാൻ 24 കൊല്ലമായിട്ടുള്ളൂ, ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനൊരു ചെറിയ ഡാം കെട്ടിയിട്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളം അതിനകത്ത് കളക്ട് ചെയ്യാൻ കേട്ടോ. ആ മലമുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം അതിനകത്ത് കളക്ട് ചെയ്യാണ്. എന്നിട്ട് ആ വെള്ളമാണ് അക്വാഡക്റ്റ് വഴി അങ്ങോട്ട് പോർട്ട് ബ്ലെയറിലെ മുഴുവൻ ശുദ്ധജല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഇപ്പോഴല്ല, അല്ല അന്നത്തെ കാര്യം പഴയ ബ്രിട്ടീഷിന്റെ ടൈമിൽ. ഓക്കെ. ഇപ്പൊ പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടർ ഇവിടെ അവൈലബിൾ ആണല്ലോ അല്ലേ. ഇതൊക്കെ ഇപ്പൊ കെട്ടിയതായിരിക്കും ചിലപ്പോ. ഈ ഡാമൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ കെട്ടിയതായിരിക്കും. അല്ല അത് ആ വെള്ളം അവര് പഴയ പിന്നെ ഇതുണ്ടാവും ചിലപ്പോ. പണ്ട് ചിലപ്പോ നേരിട്ടാക്കി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴും ഈ ഭാഗത്ത് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഡാമും സെറ്റപ്പൊക്കെ പുതിയതുണ്ടാക്കിയതാണോ എന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടോ ബഷീർ. പക്ഷേ ആ അന്നത്തെ വെള്ളത്തിന്റെ സോഴ്സ് സംഭവം അത് തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചധികം ദൂരം ഇങ്ങനെ കുത്തനെ മല കയറിയിട്ട് വന്നു കേട്ടോ. ബഷീർ പറഞ്ഞില്ലേ, മൗണ്ട് ഹേറിയറ്റ് എന്ന് പറയുന്ന ഒരു മലയാണ്, അതായത് പോർട്ട് ബ്ലെയറിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അവിടെ എന്തൊക്കെയോ രസകരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ പോയാൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. ഇവിടെ വന്നപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. അവിടേക്ക് ഇനിയിപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റില്ല. സമയം കഴിയുമെന്ന് പറഞ്ഞ് 4:30 ക്ലോസ് ആയി ആണല്ലേ. എവിടെ മൗണ്ട് ഹേറിയറ്റ്? ഇങ്ങനെ ആ പേര് മാറ്റി എനിക്കറിയില്ലോ. എന്താ പുള്ളി പറഞ്ഞു? അതിന്റെ പേര് മാറ്റി കഴിഞ്ഞ പുള്ളി ഇവിടുത്തെ സ്റ്റാഫായിരുന്നു. പുള്ളി പോവാ കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ബഷീർ പറയാം എവിടെ സംഭവം ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായി. അപ്പോൾ നോക്കുമ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്, മണിപ്പൂർ പർവ്വത് നാഷണൽ പാർക്ക് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരനെ പറയുന്നു ആൻഡമാനിൽ വേണ്ടിട്ട് എന്താ മണിപ്പൂരിന് പേരിട്ടേക്കണെന്ന് ഇവർക്കിങ്ങനെ ഐഡിയ കിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ അന്ന് വന്ന സമയത്ത് ഏകദേശം ആ സമയത്താണ് നമ്മുടെ ഹാവ്ലോക്കിന്റെ പേര് മാറ്റിയിട്ട് സ്വരാജ് ദ്വീപാക്കി അല്ലേ. കുറെ പേരുകൾ മാറ്റിയല്ലോ. പിന്നെ ഷഹീദ് ദ്വീപ്, നീലിന്റെ മാറ്റി ഷഹീദ് ദ്വീപ്.
അതുപോലെ മൗണ്ട് എവറസ്റ്റ് മാറ്റിയിട്ട് മണിപ്പൂർ പർവ്വത് നാഷണൽ പാർക്ക് എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അതിനകത്തേക്ക് പോകാൻ മാർഗ്ഗമില്ല, അത് ക്ലോസ് ചെയ്തു. 4 മണിക്ക് മുമ്പ് ഇവിടെ എത്തേണ്ടിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി വേറൊരു ദിവസം നമ്മൾ ഇങ്ങോട്ട് വരേണ്ടി ഏതോ വണ്ടികളൊക്കെ മോളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കയറിപ്പോയ ആൾക്കാരായിരിക്കും. അവിടെ മുകളിൽ സ്റ്റേ ചെയ്യാനുള്ള ഞാൻ കണ്ടു പറഞ്ഞല്ലേ, ഒരാൾക്ക് 500 രൂപ. ആ ഓക്കെ ഓക്കെ, അത് പറ്റുകയാണെങ്കിൽ സ്റ്റേ ചെയ്യാം നമുക്ക് ഒരു ദിവസം പോയിട്ടല്ലേ. നോക്കാം നമുക്ക്, എന്നാ പോയാലോ. നമ്മളവിടുന്ന് അങ്ങനെ ഇറങ്ങി വന്നിട്ട് മെയിൻ റോഡിൽ വന്ന് ഇപ്പോൾ നമ്മൾ ആ ജെട്ടിയിൽ ഇറങ്ങിയ സ്ഥലത്ത് എത്തിട്ടോ. ഇതാണ് ബംബു ഫ്ലാറ്റ് സിറ്റി അല്ലേ, ഇതാണ് ഇവിടുത്തെ അങ്ങാടി. ശരിക്കും ബംബു ഫ്ലാറ്റ് എഴുതിയത് എവിടെയും ഒന്ന് കാണിച്ചു എനിക്ക് അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണെന്ന് പറയുന്നത്. ബാംബു ആണോ ശരിക്കും? ബാംബു ഫ്ലാറ്റ്. പേരുകളൊക്കെ ഭയങ്കര കോമഡി അല്ലേ ഇവിടുത്തെ. ബസ് സ്റ്റാൻഡ് എഴുതിയിട്ടുണ്ടാവും, നോക്കാം. ഇത് അത്യാവശ്യം കുറച്ച് വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ബാംബു ഫ്ലാറ്റ് ഇതാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുമ്പോൾ ബം ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ശരിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവില്ല, സ്പെല്ലിംഗ് എന്താവുന്ന ഒരു ഐഡിയ കിട്ടില്ല. ബാംബു ഫ്ലാറ്റ് അത് തന്നെ. അതായത് എന്റെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള കുറെ ആൾക്കാർ അവരുടെ കുടുംബക്കാർ ഒക്കെ എവിടെ ചോദിക്കുമ്പോ ഇതാണ് പറയാറ്, ബാംബു ഫ്ലാറ്റിലാണ് പറയാറ്. ബംബു ഫ്ലാറ്റ് അന്തമാനിൽ എവിടെയെന്ന് വെച്ചാൽ ബംബു ഫ്ലാറ്റിൽ. അതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഉള്ള ആളുകൾ മാക്സിമം മലയാളികള് താമസിക്കുന്ന ഒരു വലിയ ഏരിയ ആണ് ഇതില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറെ മലയാളീസിനെ കാണാൻ പറ്റില്ലേ. ഇവിടെ വൈകുന്നേരം ഇവിടുത്തെ ഈ സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് മാറിയിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി നമ്മളെ നാട്ടിലെ ആളുകൾ തുണിയെടുത്ത് നടക്കുന്ന പോലെ നാട്ടിലങ്ങാടി കൂടി നമ്മളെ അടുത്ത നാട്ടുകാരെ ഓട്ടപ്പള്ളി കൂടി നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ റോഡന്നല്ലേ നമുക്ക് നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ റൂമിലേക്ക് പോകേണ്ടത് ഈ റോഡ് തന്നെയാണല്ലേ. ഇതൊക്കെ പക്ഷെ നല്ല റോഡാണ് കേട്ടോ. കുറച്ചൊക്കെ അങ്ങോട്ട് വലിയ റോഡ് മോശമൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ. ചായ ഉണ്ടോ? ചായ ചായ ആ 2 ചായ. അപ്പൊ കുറച്ച് ദൂരം പോയപ്പോഴേ ഇനിയിപ്പോ അങ്ങോട്ട് അധികം സമയമല്ല. 5 മണി ആയി. 5 മണി ആകുമ്പോ തന്നെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങും അല്ലേ. 10-15 കൂടി ഇങ്ങനെ ഉണ്ടാവും. ഒരു 5-5:30 വരെ നമുക്ക് കുറച്ചെങ്കിലും വെളിച്ചം കിട്ടുള്ളൂ. അപ്പം എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. ഒരു കുഞ്ഞ് ചായക്കട. നമ്മളെ ഈ ജോലികളൊക്കെ ഈസി ആക്കുന്ന ഉപകരണങ്ങളെ പറയുന്ന ഒരു ഉത്തോലകമെന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പാക്കുവെട്ടി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിക്കാറുണ്ട്. ഞാൻ ഇതുവരെ അത് നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ കണ്ടോ, അവരിപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ പാക്ക് വെട്ടിയും കൊണ്ട് ഇദ്ദേഹം ഇരുന്നിട്ട് ഈ അടക്ക ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അതായത് നാട്ടിലൊക്കെ ചായക്കടകളിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ സംസാരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ചെറിയ ചായക്കടകളിലൊക്കെ വെറുതെ വന്ന് ആരെങ്കിലും ഇരിക്കുന്നത് സംസാരിക്കുകയാണെങ്കിൽ ഒരു മുറവും കുറച്ച് അടക്കിയും ഈ സാധനം കൊണ്ട് കൊടുക്കും. ഒരു പണിയാണ് വെറുതെരിപ്പിന്റെ പണിയാണ്. ശരി, ഏതായാലും അവിടെ ഇരിക്കുകയാണ്. കാര്യം നടക്കട്ടെ. നല്ല ചായയാണല്ലോ അല്ലേ. ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു അടിപൊളി ചായ അല്ലേ. ആ ശരിയാ, അവര് തമിഴാണ്. കറക്റ്റ് എനിക്ക് ആ ഫീൽ കിട്ടിട്ടോ. നമ്മള് തമിഴ്നാട്ടിൽ പോകുമ്പോൾ കുടിക്കുന്ന സെയിം ചായ കിട്ടി. അവര് തമിഴാണ് ആ ചേച്ചി. കൊള്ളാം. ഇങ്ങനത്തെ ചായ വെച്ചെങ്കിൽ പാൽ ചായ കുടിക്കാം. ഞാൻ പൊതുവേ കട്ടൻ ചായ കുടിക്കാറുള്ളൂ. എനിക്ക് പാൽ ചായ ഉണ്ടാക്കാൻ നല്ല കഴിവ് വേണം. കട്ടൻ ചായ കുടിക്കാൻ. ഞാൻ അന്ന് വന്നതിന് ശേഷം ഇപ്പോഴും വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് ഇപ്പോൾ ഒരു വർഷമായുള്ളൂ കേട്ടോ. 1 വർഷമായിട്ടുള്ളൂ. ജിയോ 5G. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അതായത് എത്ര സമയം വെച്ചിട്ടും അത് സക്സസ് ആയില്ല. ഞങ്ങൾ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആളുകള് ശരിക്ക് ഇന്റർനെറ്റുമായിട്ട് അപ്ഡേറ്റ് ആയത് ഇപ്പൊ 1 വർഷം കൊണ്ടാണ്. 1 വർഷം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആണെങ്കിൽ അത് ഇങ്ങനെ കാത്തിക്കണം. 2 ദിവസം കാത്തിക്കണം. അതായത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഇതൊക്കെ വന്നിട്ടോ. ഈ ഓൺലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ വന്നു. നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലും ഇപ്പോൾ പഴയ പോലെ അല്ല. കവറച്ചിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്പീഡുള്ള നെറ്റ് അവൈലബിൾ ആണ്. ഇനി അവിടെ പോകുമ്പോൾ പ്രശ്നം, അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒന്നും നടക്കൂല പരിപാടികൾ. ഇപ്പോൾ പിന്നെ അതൊക്കെ സെറ്റായി. സൂപ്പർ ടീ, താങ്ക് യു. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. നല്ല രസമുണ്ട്. ചെറിയൊരു സ്ഥലം അല്ലേ. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു അങ്ങാടിയാണല്ലോ.
കുഴപ്പമില്ല. ഇവിടേക്ക് എന്താ പറയാ? ഇവിടേക്ക് പറയുന്ന പേരാണ് സ്റ്റോട്ട് ഗഞ്ച്. കുറച്ചുകൂടെ ദൂരം വന്നപ്പോ നമ്മൾ അടുത്തൊരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. ഈ ജംഗ്ഷന്റെ പേരാണ് ഇത്ര വിംബർലി ഗഞ്ച്. ഒക്കെ ഓരോ വെറൈറ്റി സ്ഥലപ്പേരാണല്ലേ. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വേറെ എങ്ങോട്ടാ പോകുന്നത്? ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ഈ വന്നിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, നമ്മളെ റൂമിലേക്ക് പോവാം. അല്ല, സ്ട്രെയിറ്റ് പോവാണെന്നുണ്ടെങ്കിൽ മലപ്പുറം, പിന്നെ അതേപോലെ മലപ്പുറം, മണ്ണാർക്കാട്, മലപ്പുറം ഒക്കെ സ്ട്രെയിറ്റ് ആണ്. ഓക്കെ അങ്ങോട്ട് പോയാൽ മലപ്പുറം ഒക്കെ, മണ്ണാർക്കാടൊക്കെ. ഇതാണ് നമുക്ക് പോകേണ്ട വഴി. നമുക്ക് മലപ്പുറം പോയിട്ടില്ലേ? കുറെ ദൂരം ഉണ്ടാവും. ഇല്ലേ, കുറച്ചുള്ളൂ. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും. എന്നാ മലപ്പുറത്തുനിന്ന് പോയിട്ട് മണ്ണാർക്കാട് മലപ്പുറം ആണോ? ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം അത്യാവശ്യം ബംബു ഫ്ലാറ്റിന്റെ ഒക്കെ മാതിരി തന്നെ ടൗൺ ആണ് അല്ലേ? അത്യാവശ്യം അങ്ങാടിയാണ്. തിരക്കുണ്ട് ഈവനിങ്. ഇതാണ് ശരിക്കും നമ്മുടെ മലയാളികളുടെ ഏരിയ. ഗഞ്ചും ബംബു ഫ്ലാറ്റിനെക്കാട്ടിലും കൂടുതൽ ഇവിടെയാണ്. ഒക്കെ മാക്സിമം മലയാളീസാണ്. അതായത് മാക്സിമം ഈ മലപ്പുറം, പെരിന്തൽമണ്ണ, കോഴിക്കോട് അങ്ങനെയുള്ള അതായത് ഇവരെ പൂർവികര് അവിടുന്ന് വന്ന ആൾക്കാർ എല്ലാ ആൾക്കാരാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് സ്ഥലപ്പേരുകൾ ഇവിടെ അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ അതിന്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ അന്ന് വന്നപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണാർക്കാട്, മലപ്പുറം, മഞ്ചേരി, കാലിക്കറ്റ്, വണ്ടൂര് അല്ലെ, തിരൂരുണ്ടോ? തിരൂര് ബസ്സിന്മേലൊക്കെ കണ്ട ഒരു ഓർമ്മ ഉണ്ട്. അപ്പോൾ കാലിക്കറ്റൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. വണ്ടൂര് ബീച്ചിൽ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തായതുകൊണ്ട് ഈ മണ്ണാർക്കാടും മലപ്പുറം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് കണ്ടിട്ട് പോവാം. കുറച്ചുകൂടി ദൂരം പോയപ്പോ ഇരുട്ടായി തുടങ്ങിട്ടോ. അപ്പോൾ മണ്ണാർക്കാട് എത്തി. മണ്ണാർക്കാടൊന്ന് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ഇറങ്ങിയതാട്ടോ. നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ മണ്ണാർക്കാട്. അപ്പോൾ ഇതാ ഇവിടുത്തെ മണ്ണാർക്കാട് ഇതാണ് കേട്ടോ. ആൻഡമാനിലെ മണ്ണാർക്കാട് എന്നല്ല ഇവർ പറയാം, മണ്ണാർഘാട്ട് എന്നാണ്. നമ്മുടെ പാലക്കാടൊക്കെ പാലക്കാട് എന്നായിരുന്നല്ലോ പണ്ട്, അതുപോലെ മണ്ണാർഘാട്ട് എന്നാണ് പറയാം. ഇതാണ് ഇവിടുത്തെ ഒരു കട, ഒരു ബിൽഡിങ്, കടമുറികൾ ഉള്ളൊരു ബിൽഡിങ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതാ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. അതിനകത്തേക്ക് പോയിട്ടൊരു പള്ളി കാണുന്നുണ്ട്. യെസ്, അവിടെ കണ്ടോ ഒരു വലിയൊരു പള്ളി കാണുന്നുണ്ട്. ഒരു റോഡ് ഇങ്ങനെ പോകുന്നു കണ്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് മണ്ണാർക്കാട്. അതാ കുറച്ചുകൂടിയൊക്കെ വലിയ സിറ്റി ആയാൽ മതി എന്നല്ലേ. നമ്മുടെ മണ്ണാർക്കാടല്ലേ, നമുക്ക് ആയിക്കോളും, ഡെവലപ്പ് ആയിക്കോളും. ഇതാ നമുക്ക് കുറേ സൂപ്പറൊക്കെ ഉണ്ട് കേട്ടോ. പേരെന്താണ്? ഷെരീഫ്. നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതന്നെയല്ലേ? അല്ലേ? ചെറുപ്പശ്ശേരിയാണ് നാട് അല്ലേ? ഓക്കെ. ഇവിടെ ഭൂരിഭാഗം മലയാളികൾ തന്നെ, 90% മലയാളീസാണല്ലേ? ഞാൻ നാട്ടിലെ മണ്ണാർക്കാടാണ്. അപ്പൊ ഞാൻ ഈ മണ്ണാർക്കാട് കണ്ടപ്പോ ഇവിടെ മണ്ണാർക്കാടിലെ കുറെ ആളുണ്ട്. മണ്ണാർക്കാട് വന്ന് സെറ്റിൽ ആയത്. അവിടുത്തെ മണ്ണാർക്കാട് ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടാണ് ഇവിടെ മണ്ണാർക്കാട് പേര് ഉണ്ടായതല്ലേ? അതായത് അവര് വരുന്ന സമയത്ത് മണ്ണാർക്കാട്ട് ആയിരുന്നു. മണ്ണാർക്കാട്ട് എന്നല്ലേ ഇവിടെ പറയുന്നത്? അത് അങ്ങനെ തന്നെ ഹിന്ദിക്കാര് പേരിട്ടപ്പോ അങ്ങനെ ആയതാ. നാട്ടില് മണ്ണാർക്കാട് എന്നാണ് ഇവിടെ ഘാട്ടായി. ഓക്കെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ പോലീസിലാണ്. ഓക്കെ. ഇന്ന് ലീവാ? ഓക്കെ. ഞാൻ എൻ്റെ ഫ്രണ്ട്, ഞാൻ സ്പോർട്ട് പ്ലെയറിൽ ഇന്നലെ വന്നാണ്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായില്ല. ഇനി എത്ര ഉണ്ട് അങ്ങോട്ട് ദൂരം? മലപ്പുറം ജസ്റ്റ് ഇത് കഴിഞ്ഞ അടുത്ത വാർഡ് മലപ്പുറമാണ് അല്ലേ? ഇതുപോലെ തന്നെ സ്ഥലമാണോ? വലിയ ഒരേ പഞ്ചായത്തിലാണ് മലപ്പുറം മണ്ണാർക്കാട്. ഒരു പഞ്ചായത്തിലെ 2 വാർഡുകളാണ് മണ്ണാർക്കാട് മലപ്പുറം. ഓക്കെ. ഈ റോഡ് പിന്നെ എങ്ങോട്ട് പോകും? ഷോൽബേ വരെ പോകും. ബീച്ച്. ഷോൽബേ ബീച്ച് വരെ. ഓക്കെ. അപ്പൊ ശരി. ഇവിടെയൊക്കെ റോഡ് ഭയങ്കര മോശമാണല്ലേ? ഇതന്നെയാണ് ഇവിടുത്തെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ റോഡ്. ആ റോഡൊക്കെ നല്ല റോഡാണ്. നമ്മൾ നേരത്തെ കണ്ട റോഡൊക്കെ പുതിയത് ചെയ്തായിരിക്കും അല്ലേ? അതാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. റോഡുണ്ടോ? ഓക്കെ. കാരണം ഒന്നാമത് ഞാൻ ഈ വഴിക്ക് വരാറില്ല. മണ്ണാർക്കാട് നിന്ന് പോലീസുകാരോട് സംസാരിച്ചപ്പോൾ ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മലപ്പുറം കാണാൻ വേണ്ടി വന്നതാണ്. കുറേ ദൂരം വന്നിട്ട് നോക്കുമ്പോഴും ഒരു ടൗണൊന്നും കാണാനില്ല. ഒരു പള്ളി കണ്ടു. ആ പള്ളീൻ്റെ മുകളിൽ ബോർഡ് എഴുതിയതിനകത്ത് മലപ്പുറം എന്ന് കണ്ടു കേട്ടോ. ആ പള്ളിയും പാസ് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് പോന്നു. ഈ ഭാഗത്തൊക്കെ ഭയങ്കര റോഡൊക്കെ നല്ല മോശമാണ്. ശരിക്കും എവിടെ ഈ മലപ്പുറം തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് മ്യൂ ആണ്. അങ്ങോട്ട് റൈറ്റ് മ്യൂ ആ സ്ഥലത്തിന്റെ പേരാ? റൈറ്റ് മ്യൂ. ഇത് ഇതുവരെ മലപ്പുറം അതിർത്തി. അപ്പൊ അവിടെ ഒരു കടയായിട്ടൊന്നുമില്ല? കടയായിട്ട് മുന്നിലുണ്ട് കട. ഇത് മലപ്പുറം ബിലാൽ മസ്ജിദിന്റെ അപ്പുറത്ത് പള്ളി, കടകളില്, സ്കൂള്, മലപ്പുറം സ്കൂള്. പക്ഷേ ആ സ്കൂളിന്റെ മുകളിൽ മണ്ണാർക്കാട് എഴുതിയിട്ടുണ്ട്.
അത് മണ്ണാർക്കാട് ആദ്യം വന്നിരുന്ന പിന്നെ ഇത് ഇതായത് അപ്പൊ ഈ കാണുന്ന സ്ഥലം തന്നെ ഉള്ളൂ, മലപ്പുറം ഇതൊക്കെ അത്ര തന്നെ ഉള്ളൂ അല്ലേ? ഞങ്ങളൊരു ടൗണൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു മിനിമം ചെറിയൊരു അങ്ങാടിയെങ്കിലും പ്രതീക്ഷിച്ചിട്ട് വരികയാണ്. അപ്പൊ നോക്കുമ്പോ അങ്ങനെ ഒരു സംഗതി ഇല്ല. കണ്ടോ, ഈ കാണുന്ന ഈ ഒരു സ്ഥലമൊക്കെ തന്നെയാണ് മലപ്പുറം അല്ലേ? ശരി. ഉള്ളിക്ക് ബസ്തി തന്നോളും പെരളന്നോളും പേരിപ്പോ മലപ്പുറം മണ്ണാർക്കാട്ടാണ് പേരായത്, പിന്നെ മലപ്പുറം വന്നതാണ്. മലപ്പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും, പുള്ളി ഇവിടെ താമസിച്ചപ്പോ മലപ്പുറത്ത് പേരിട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെ പേരെന്താ? ജബ്ബാർ. ജബ്ബാർ. നിങ്ങൾ പശുവിനെ? ഞാൻ ഇതന്നെ പണി, പൈക്കളുണ്ട്. പൈക്കളുണ്ട്, കൊറേ പൈക്കളുണ്ടോ? ആണോ? പാലും കച്ചവടം. പാല് കച്ചവടം തന്നെയാണ്. ഇവിടെ എന്താ പാലിനൊക്കെ വില? പാലിനും ഇവിടെ 100 രൂപയാണ്. 1 ലിറ്റർ പാലിന് 100 രൂപ. അത് ശരി. നിങ്ങൾ എവിടെ കൊടുക്കുക? ഇവിടെ വിമ്പർലി 5 ഇതുവരെയൊക്കെ കൊടുക്കും. വീടുകളിൽ കൊടുക്കും? വീടുകളിലാണ് കൊടുക്കല്. നിങ്ങളവിടെ കൃഷിയും ചെയ്യുന്നുണ്ട്, ഇവിടെ കൃഷിയുണ്ട്. എന്ത് കൃഷിയാ? പച്ചക്കറി കൃഷികൾ. ആൻഡമാനിൽ വന്നിട്ട് ഞാൻ മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ കാര്യമായിട്ട് കൃഷിയൊന്നും കണ്ടിട്ടില്ല. കൃഷി ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ആണോ? ഞങ്ങൾ കൃഷി ചെയ്തിട്ട് വരിക തന്നെ ഇപ്പൊ അവിടുന്ന്. അങ്ങനെ അവിടുന്ന് വരികയാണ്. എന്തൊക്കെ പച്ചക്കറി ഒക്കെ? പച്ചക്കറി പീച്ചക്ക ഉണ്ട്, പിന്നെ ചരങ്ങ ഉണ്ട്, ചൊരക്കുണ്ട്, പിന്നെ കുന്തുറുണ്ട്. കുന്തുറു എന്താ പറയല്, എനിക്കും അങ്ങനെ മലയാളത്തിൽ അറിയില്ല. അങ്ങനെ കുന്തുറു പറഞ്ഞാല് പൊട്ടാലിന്റെ മാതിരിയാണ്, ചെറിയ ചെറിയതായിട്ടാണ്. എന്താ പേര്? കോവയ്ക്കാണോ? കോവയ്ക്ക. അതൊക്കെ ഉണ്ട്. നെല്ലില്ല? നെല്ല് ഇവിടെ ഒക്കെ വന്നായി. നെല്ലൊക്കെ ആദ്യമൊക്കെ ചെയ്തിരുന്നു നമ്മളെ വാപ്പാരില്ല ടൈമില്, ഇപ്പൊ ഒക്കെ വന്നായി. സുനാമി ആ സമയത്ത് പ്രശ്നം? സുനാമിന്റെ ദിവസം ഇതൊക്കെ വന്നായി. കാര്യമായിട്ട് പിന്നെ ഇല്ല അല്ലേ? സുനാമി വരെ ആ പാടത്തൊക്കെ ചെയ്തിരുന്നു, ഉണ്ടായിരുന്നു. ഉപ്പുവെള്ളം കയറിട്ട് പ്രശ്നമായിരുന്നു. പ്രശ്നമായതിന്റെ ദിവസം പിന്നെ ഇവിടെ ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരായി, ചെയ്യാൻ കൃഷിന്റെ താല്പര്യമൊക്കെ പോയിട്ടുണ്ടാവും ആൾക്കാർക്ക് അല്ലേ? പിന്നെ പോയി ബംഗാളിക്കാർ വന്ന അവിടുന്ന് പിന്നെ ഒക്കെ പാടൊക്കെ ഓൽക്ക് കൊടുക്കുകയാണ്. പൗതിക്കാണ് കൊടുക്കും, അല്ലെങ്കിൽ പൗതി കുറച്ച് കാശിന് കൊടുക്കും, അല്ലെങ്കിൽ ഒരു തോട്ടാക്കി തരും കവുങ്ങ് വെച്ചിട്ട്. അങ്ങനെയാണ് കൊടുത്തിട്ട് ഇതാക്കി. ഇപ്പൊ കൃഷി ചെയ്യണ നിങ്ങളെ സ്വന്തം സ്ഥലം? ഇല്ല, ഞാൻ വേറെ ആളെ സ്ഥലത്ത് ചെയ്യാം. നമ്മളെ സ്ഥലം ഉണ്ട്, ഇവിടെ പറമ്പുണ്ട്, നമ്മളെ ഇതൊക്കെ നമ്മളെ ഏട്ടാഞ്ചന്മാരെ പേരാണ്. എന്താ സ്ഥലത്തിനൊക്കെ വില ഇവിടെ? ഇവിടെ ഇപ്പൊ ഇവിടെ ഔട്ട് സൈഡ് ആക്കി വിൽക്കാൻ വേണ്ടിട്ട് 200 സ്ക്വയർ മീറ്റർ. നിങ്ങളവിടെ എങ്ങനെ പറയല് അറിയില്ല. സെന്റിന് ഇവിടെ 15, 13. 13 ലക്ഷം ഒരു സെന്റിനോ? 13-15 ലക്ഷം ഉണ്ടോ ഒരു സെന്റിന് വില? ഇവിടെ 200 സ്ക്വയർ മീറ്റർ. 200 സ്ക്വയർ മീറ്റർ പറഞ്ഞാൽ ഈ ഒരു പേരന്റെ സ്ഥലം. അതിനാണോ 15 ലക്ഷം വന്നത്? അപ്പൊ ഒരു സെന്റ് അല്ല, 200 സ്ക്വയർ മീറ്ററിന് 15 ലക്ഷം അല്ലേ? ഈ പേര നിൽക്കണ 200 സ്ക്വയർ മീറ്റർ ഉണ്ടാവും. അതിനൊക്കെ 15-20 ലക്ഷം വരുന്നുണ്ട്. ആദ്യമൊക്കെ ഇവിടെ 4-5 ലക്ഷം റുപ്യ കിട്ടിയിരുന്നു. ഏട്ടന്റെ സ്ഥലേന്ന് ഇതൊക്കെ ഏട്ടൻ വിറ്റതാ. ശരി. ഇതൊക്കെ പെരകളൊക്കെ ഇവിടെ. നിങ്ങൾ എവിടെ താമസം പറഞ്ഞു? ഇതാ നമ്മളെ പെര തന്നെയാണ്. ഇത് ഏട്ടനാണ്. ഈ കാണുന്ന വീടോ? ഇതിന്റെ അപ്പുറത്തുള്ള വീട് നമ്മളത്. ഇത് ഏട്ടന്റെ വീട്. ചായ കുടിച്ച് പോവാ. ഞങ്ങള് വരാം, ചായ കുടിച്ചിട്ട് പോവാം. ഒരാള് വിളിക്കാൻ വേണ്ടി നിക്കണേ നമ്മള് ചായ കുടിക്കാന്. നിങ്ങൾ എവിടെ ഉണ്ടാവാ? തന്നെയല്ലേ? അങ്ങോട്ട് വരാം. ബഷീറേ, ഞാൻ ചായ സെറ്റ് ആക്കിയിട്ടുണ്ട്, പോവല്ലേ? അല്ല ഒരു രസമല്ലേ ഓരോ വീട്ടിലൊന്ന് പോവാന്ന് വെച്ചിട്ടാണ് ഞാൻ, അല്ല ചായക്കല്ല. ഇല്ല, അതാ ഹിന്ദി സംസാരിച്ച്, പക്ഷെ മലയാളിയാണ്. എന്നാ പോയോക്കാം. നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടിയാൽ മതി അല്ലേ? പുള്ളി എന്താ വിളിക്കാത്ത വിചാരിച്ചിട്ട് കേട്ടോ. ഞാൻ വിളിച്ചപ്പോ തന്നെ ഞാൻ ചാടി കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ ഇവിടെ സ്ലിപ്പ് ആകുന്നുണ്ട്. ഓക്കെ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ വീട് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഒരു തെങ്ങും തോട്ടം ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ നടുവിലായിട്ട് നിൽക്കുന്ന ഒരു നല്ല രസമുള്ളൊരു വീട്. അങ്ങോട്ട് പോയപ്പോൾ എന്നെ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ആ വീട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ പേര് ജബ്ബാർക്ക എന്നല്ലേ പേര് പറഞ്ഞത്? ജബ്ബാർക്ക. ഈ വീട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ശ്രദ്ധിച്ചു, നല്ല രസമായിട്ടൊരു വീട്. മലയാളത്തിൽ സംസാരിക്കണം. മലയാളത്തിൽ. പേരെന്താ? ജാസിബ്. സ്കൂളിൽ പോകണ്ടോ? എത്രാം ക്ലാസ്സിലെ? ഏത് സ്കൂളില്? ഇക്ര സ്കൂളിൽ. നല്ല പഠിക്കോ? എത്ര മാർക്കുണ്ട്? വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളെ ഉപ്പാനെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ വന്നതാണ്. അത് കാരണം ഞങ്ങൾ മിഠായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി വരുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ? പഠിച്ചോ.
നിങ്ങളെ മോനാണല്ലേ? എത്ര പേരുണ്ട്? 2 പേരാണ്. 2 മക്കളാണ്. ആ ഓക്കെ. മൂത്തതാ ആ ഓക്കെ ഓക്കെ ഓക്കെ. അവന്റെ പേരെന്താ? ജംഷീദ്. ജംഷീദ്. പേര് പറഞ്ഞോട്ടാ. ജംഷീദ്. ഓക്കെ ഇവിടെ ഓക്കെ. ഇരുന്നിട്ട് പേര് പറഞ്ഞെടുക്കുന്നല്ലോ. മോൻ സ്കൂളിൽ പോകണ്ടോ? ഓന് സ്കൂൾക്ക് അങ്ങനെ പോക്കില്ല. ആ ആ കുറച്ചേരൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകും. ആ ഓക്കെ. ഇപ്പൊ പത്തില് ആ അത് ശരി. ആ ആ ആ അങ്ങനെ പോവും. ആ ആ ആ ആ അങ്ങനെ ഫ്രഷ് ആയിക്കോളെ. ആ അത് ശരി. 15 വയസ്സായോ? ആ അത് ശരി. നിങ്ങളും ഉമ്മിപ്പൊക്കെ ഇവിടെ ജനിച്ചതാണ്? നിങ്ങളെ സ്വന്തം വീട്? ആ വിമ്പല്ലി. ഞങ്ങളിപ്പോ വന്ന സ്ഥലം. ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ. ജബ്ബാർക്കും ഇവിടെ ജനിച്ചു വളർന്നല്ലേ അല്ലേ? ആ അങ്ങനെ. കേരളത്തിലേക്ക് വരാറുണ്ടോ? ആണോ? അവിടെ ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ആ എന്ത് എഴുതി കൊടുക്കാന്? അത് തട്ടിപ്പല്ലേ? അത് പറ്റില്ല. മദ്രസത്തെ എഴുതാനുള്ളത് ഉമ്മാനെ കൊണ്ട് എഴുതിപ്പിക്കുക അല്ലേ? സ്ഥിരമായിട്ട് ഇതാ പരിപാടി. ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്ത് സോപ്പിടാണ് കുറച്ച് എഴുതി തരുവാന്ന്. ഒറ്റയ്ക്ക് എഴുതണം കേട്ടോ. ഇവിടെ ഏത് മീഡിയ ആണ് ശരിക്കും? മലയാളം ഉണ്ടോ? മലയാളം അല്ലല്ലോ. നിങ്ങൾ വീട്ടിൽ മലയാളം സംസാരിക്കുമോ? ആ അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് അറിയില്ലല്ലോ അല്ലേ? എന്റെ വീട്ടിലും പറയും. പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കേരളക്കാരല്ലേ മലയാളം വീട്ടിലങ്ങനെ. അല്ലാതെ ഇപ്പൊ നിങ്ങള് ഏത് വീട്ടുകാരും ഹിന്ദി ഉണ്ടോ? ആണല്ലേ? ഇവന് കൂടുതൽ ഹിന്ദിയാ പറയാ. അവന് ചെറുപ്പം മുതൽ സ്കൂളിൽ പോയി തുടങ്ങി. നിങ്ങളിപ്പോ സാധാരണ ഇവിടെ ഇപ്പൊ ഭക്ഷണം ആയി കഴിഞ്ഞാല് മക്കളെ വിളിക്കണൊക്കെ ഞങ്ങള് വീട്ടില് മലയാളം തന്നെ. ആ അല്ലെങ്കിൽ അത് മറന്നു പോകും അല്ലേ? ആ ശരി. മലയാളം, ഹിന്ദി, ബംഗാളിയും പറയും. ബംഗാളി വർത്താനം പറയും. നിങ്ങളുടെ പേരെന്താ ചോദിച്ചില്ല? സഫിയ. ഓക്കെ ഓക്കെ. ബംഗാളി ഭാഷ സംസാരിക്കും? അതെങ്ങനെ പഠിച്ചേ? ഇങ്ങോട്ട് നോക്കി പറ. ഇനി ഞാനൊന്ന് മലയാളത്തിൽ പറഞ്ഞേ. എങ്ങനെയാണ് ബംഗാളി പഠിച്ചതെന്ന് മലയാളത്തിൽ പറ. പഠിച്ചതാണല്ലേ? അതായത് ഇവിടെ ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട് അല്ലേ? ആ അവരോട് സംസാരിച്ച് പഠിച്ചതാ. ഇവരെ പശുക്കളൊക്കെ നോക്കാൻ വീട്ടില് ജോലിക്കാരാണ്. ഒരു വയസ്സായ മുതൽ ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവനിപ്പോ നിലവിൽ മലയാളം, ഹിന്ദി, ബംഗാളി സംസാരിക്കും. ഇംഗ്ലീഷും സംസാരിക്കും. ആ ആ ഓക്കെ ഓക്കെ. ഓ ഈ പ്രായത്തിൽ 4 ഭാഷ പഠിച്ചല്ലോ. വെരി ഗുഡ്. ഓ സൂപ്പറാണ് സംഭവം. സെറ്റാണ്. അവിടെ അത് ആ കാക്കുനോട് ചോദിച്ചേക്കാം. അവൻ കാണിച്ചു തരും. ആ കാക്കു കാണിച്ചു തരും. അവന് ജിമ്മിൽ പോണെന്ന് ഭയങ്കര. ജിമ്മിൽ പോണോ? ജിമ്മിൽ പോണോ? എന്തിനാണ് ബോഡി? ഇപ്പൊ സെറ്റാണ്. ആണോ? ഇതിപ്പോ ഏകദേശം ഒരു 2-3 പാക്കായി അല്ലേ? സെറ്റാവും കേട്ടോ. കുറച്ചുകൂടി വലുതാട്ടെ, എന്നിട്ട് നമുക്ക് 6 pack ഒക്കെ ആക്കാം. ഓക്കെ. ആ അത് ഇടുവല്ലോ. ഇട്ടോ. അവന് മലയാളം നന്നായിട്ട് അറിയാം. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്കൊക്കെ വരുന്ന ലാംഗ്വേജ്, അതായത് ഇവരുടെ പ്രൈമറി ലാംഗ്വേജ് ഹിന്ദിയാണ്. മലയാളത്തിൽ സംസാരിച്ച് തുടങ്ങിയാലും അവസാനിപ്പിക്കുന്നത് ഹിന്ദിയിലായിരിക്കും അല്ലേ? എന്നാലും ഇത് സൂപ്പറാണ്. ഇവിടെ എന്തൊക്കെ ജോലിക്കാണ് പുറത്തുനിന്ന് ബംഗാളി ആൾക്കാർ വന്നിട്ടില്ലേ? ബംഗാളിക്കാർ കൂടെ കൃഷികളുണ്ട്, കോൺട്രാക്ടർമാര്, സിമന്റ് പണി, കാർപ്പന്റർമാര്, കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ വരുന്നുണ്ട്.
അപ്പൊ നമ്മളെ അനിയനെ ചെയ്യണ കോൺട്രാക്ടറാണ്. അവന്റെ അടുത്തുണ്ട് 40 പേരുണ്ട്. ഓ ഓക്കെ ഓക്കെ. നിങ്ങള് കൃഷിപ്പണിക്ക് വേണ്ടിട്ടാ വിളിക്കുന്നത്? ആ നമ്മള് കൃഷിക്കാര്. അതിനൊക്കെ എങ്ങനെ കൂലി? കൃഷിക്കാര് പിന്നെ നമ്മള് കന്നാളൊക്കെ നോക്കുന്നതും കൂലിയായിട്ട് അതോ ശമ്പളം മാസത്തിൽ കൊടുക്കും? മാസം ശമ്പളമാണ്. ആണോ? 12,000 രൂപ. ഡെയിലി കൂലിയാണെങ്കിൽ എങ്ങനെ? ഡെയിലി കൂലി വെച്ചാൽ ഇപ്പൊ 700 ഇവിടെ കൂലി. കൃഷിപ്പണിക്കൊക്കെ? കൃഷിപ്പണിക്ക് ഒരാളെ വിളിച്ചാൽ പുറത്തുനിന്ന് 700 രൂപ ഭക്ഷണം കൊടുക്കും. ഓക്കെ ഓക്കെ. കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ അങ്ങനെ തന്നെ? ഇല്ലല്ല, കൺസ്ട്രക്ഷൻ വർക്കിന് ഇവർക്ക് ഇതിന് ഡെയിലി ശമ്പളം പെർമനന്റ് ആയിട്ട് ഇവര് നിക്കണേണ്. അപ്പൊ ഇവർക്ക് 600 ഉണ്ട്, 700 ഉണ്ട്. എന്നും പണി ഉണ്ടാവുമ്പോ? എന്നും പണി ഉണ്ട്. അപ്പൊ 600 ഉണ്ട്, 700 ഉണ്ട്, ചിലവർക്ക് 800 ഉണ്ട്. പിന്നെ മേസ്ത്രിമാർക്കൊക്കെ 1000 റുപ്യന്റെ അടുത്തുണ്ട്. ഉണ്ട്. ഓക്കെ ഓക്കെ. പുള്ളിക്ക് ദേഷ്യം വന്നിക്കണല്ലോ. എന്ത് കൊറേ കറങ്ങി ഇറങ്ങണ എന്ത് സംഭവം? ഓന് പൈക്കുട്ടികളെ ഓനെ ഉള്ളിക്കാക്കാനായിട്ടില്ല. ഓലൊക്കെ കാണുമ്പോ മണ്ടു മെരിങ്ങണില്ല. ശരി. ഓലൊക്കെ വടിയേറ്റ് തച്ചിട്ടാണ്. അപ്പൊ അനുസരിക്കില്ല അല്ലേ? ഞാൻ പോയാ എല്ലാതും പോകുള്ളൂ. ശരി. പുള്ളി കൊറേ നേരായി. 5 എണ്ണുണ്ട്. ഓ ശരി. പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് വീടിന്റെ ചുറ്റും നടക്കുകയാണ്. ഓട്ടോ നിങ്ങള് ഓടിയെന്നാണോ? ഇപ്പല്ല. 14 വർഷം ഓട്ടോ ഓടിയിരുന്നു. എവിടെ ഇരുന്നു? ഇവിടെ തന്നെ? ഇമ്പർലഞ്ച് കംഫ്ലാട്ട് ഓട്ടി. ചായ കുടിക്കാനാ? അതാ വരുന്നത്. ഇപ്പൊ ഓട്ടോ ഒഴിവാക്കി ഇപ്പൊ ഫസ്റ്റ് പിന്നെ കന്നുകളക്ക് വന്നു. പിന്നെ പശുക്കള് ഈ വീട്ടിക്ക് വന്നതിന്റെ ശേഷം 2-3 പശുക്കളെ വാങ്ങി. അങ്ങനെ പശുക്കളായിട്ട് തുടങ്ങിയിട്ട് 150 ലിറ്റർ പാല് കൊടുത്തിരുന്നു ആദ്യം. ഇപ്പൊ പാല് കമ്മിയായി കുറഞ്ഞു. ഞാനില്ലേ ബംഗാളി പറയണ വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തല്ലോ. ഇല്ല, എന്നാ ബംഗാളി ഒന്നുകൂടി പറയാം. നിങ്ങൾ ചോദിച്ചോ. ബംഗാളിയിൽ അറിയില്ല. അതിന് എനിക്ക് ബംഗാളി അറിയണ്ടേ? നിങ്ങൾ ഹിന്ദിയിൽ പറയും, ഞാൻ ബംഗാളി. ഞാൻ മലയാളത്തിൽ പറഞ്ഞാ മതിയോ? ഇല്ല, ഹിന്ദിയിൽ. നിന്റെ പേരെന്താണ് എന്ന് ബംഗാളിയിൽ പറ. അമർ നാം ജാസിം. അതിന്റെ ഉത്തരാ പറഞ്ഞല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞങ്ങള് പോയാലോ? ഞങ്ങൾ പോട്ടെ? ഇല്ല, ഞങ്ങക്ക് പോണം. പോയിട്ട് കൊറേ പണിയുണ്ട്. മോനൊരു കാര്യം പോണം. നീ പോർട്ട് ബ്ലെയറിലേക്ക് വാ. बाजार पोर्ट ब्लेयर में काम है बैठना. बाजार में? कोर्ट में. बाजार में? बाजार का. പോട്ടെ. അങ്ങനെ ഫിക്സ് ചെയ്തൊന്നുമില്ല, കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അതെ പോട്ടെ. ശരിയല്ലേ, പിന്നെ കാണാം. നല്ല വർത്താനം. നിങ്ങളെന്നാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായോ? ഇടത്തനാട്ടുകാരക്കാരനാണ്. നിങ്ങൾ പരിചയപ്പെടുത്തി സ്വയം. ഞാൻ ഇടത്തനാട്ടിലെ എത്തിങ്ങാനൊക്കെയാണ്. കാളമടം. പേര്? ഷംസുദ്ദീൻ കാളമടം. നമ്മൾ എന്താ സംസാരിച്ചു ഫോണില്? അന്ന് വേറെ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങളെയും കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ തോരക്കാടന്മാരെ വീട്. തോരക്കാട്ടിൽ. അതുപോലെ ഇങ്ങനെ ഈ ലൈൻ, ഈ വീടൊക്കെ ഇവരുടെ റിലേറ്റീവ്സ് ആണ്. ഈ ലൈനൊക്കെ കംപ്ലീറ്റ് നമ്മളെ കുടുംബക്കാരാണല്ലേ. ഞാനും ബഷീറും തിരിച്ചു പോകുമ്പോഴേ ഇദ്ദേഹം വിളിച്ചാണ്, നിങ്ങൾ പോണ വഴിക്ക് ഞാൻ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നിട്ട് ജസ്റ്റ് മീറ്റ് ചെയ്തു മാത്രം. ഈ സ്ഥലത്തിൻ്റെ പേരേ ഇപ്പോൾ ഇവരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു മത്തർ എന്ന് പറഞ്ഞു അല്ലേ? മത്തർ എന്നല്ലേ പറഞ്ഞു? ശരിക്കും അതിൻ്റെ സ്പെല്ലിംഗ് എന്താ പറഞ്ഞത്? ശരിക്കും മത്തൂറയാണ്. മത്തൂറ എന്നാണ്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം. മധുര.
മധുര, നമ്മള് മലയാളത്തില് മധുര എന്ന് പറയും. അതിന്റെ പ്രൊനൗൺസിയേഷൻ വേറെ എന്തോ ഒരു മധുര അങ്ങനെയാണ്. അതാണ് ആ സ്ഥലപ്പേരാണ് ഈ പേര്. അത് പറഞ്ഞു പറഞ്ഞ് മത്രമായതാണല്ലേ. അതിങ്ങനെ പറയും മധുര മധുര എന്ന് പറയും. അതിനുശേഷം ഷംസുഖാന്റെ കൂടെ അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടുന്ന് പുഴുങ്ങിയ കോഴിമുട്ടയിൽ കുരുമുളക് പൊടിയും പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു വിഭവവും പിന്നെ മിച്ചറും ബിസ്ക്കറ്റും ചായ ഒക്കെ കിട്ടി. അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അവരോട് കുറേ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ജംഗ്ഷൻ വരെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്ന് വീണ്ടും കുറേ അവിടെ ജംഗ്ഷനിൽ നിന്ന് സംസാരിച്ചു. അതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.